ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാരഡൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സങ്കടകരമായ കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ പോകുന്നത് കേട്ടോ. എന്താണെന്ന് അറിയണ്ടേ, നമ്മുടെ ഈ പശുവിനെ കണ്ടോ, ഇതിന്റെ കാലിൽ നീര്. അപ്പോൾ ഇതും ഇങ്ങനെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത്രയും നീരാവാൻ ഇങ്ങനെ തുടങ്ങിയത്. അപ്പം വൈകിട്ടായി, ഉച്ചയ്ക്ക് ശേഷം കഴിയുന്തോറും ഇങ്ങനെ നീര് കൂടിക്കൊണ്ടേ ഇരിക്കുവാണ്. ഇതിന് പറ്റിയത് എന്താണെന്ന് അറിയാവോ? ഇതിന് ഇടയ്ക്ക് കാൽഷ്യം കുറഞ്ഞായിരുന്നു. കാൽഷ്യം കുറഞ്ഞ സമയത്ത് നമ്മുടെ കാൽഷ്യമൊക്കെ കൊടുത്തായിരുന്നു, ട്രിപ്പായിട്ടൊക്കെ എടുത്തായിരുന്നു. എന്നിട്ടും ആ സമയത്ത് കാൽഷ്യം കുറഞ്ഞ സമയത്ത് ഇത് എണീറ്റത് ഇതിൻ്റെ കാലിൻ്റെ ഭാഗങ്ങൾ കൊണ്ടാണ്. കാല് ആ സമയത്ത് കാൽഷ്യം കുറഞ്ഞ സമയത്ത് എണീറ്റപ്പോൾ ഇതിൻ്റെ കാല് ശകലം അവിടെ ഇവിടെയൊക്കെ മുറിഞ്ഞായിരുന്നു. കാലിൻ്റെ ഭാഗമൊക്കെ ഇടയ്ക്ക് കുറച്ച് ശകലമൊക്കെ മുറിഞ്ഞു ആ എണീറ്റ സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്ത് ഇത് ഫുള്ളും സ്ട്രെസ് കൊടുത്തത് നമ്മുടെ മുട്ടിൽ കൊടുത്ത്, അതായത് ഫ്രണ്ട് എൻ്റെ കയ്യിൽ സ്ട്രെസ് കൊടുത്തത് എണീറ്റായിരുന്നു. ആ സ്ട്രെസ് കൊടുത്ത് ഈ മുട്ട് ഇങ്ങനെ വീണ് എണീറ്റാണ് മുട്ടിൽ നീര് വന്നത്. അപ്പോൾ അമ്മ പറഞ്ഞു, നീര് മാറാൻ ഇവിടെ ചെയ്യുന്ന എന്താണെന്ന് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. വെള്ളം കൊടുത്ത്, വെള്ളം ദാഹിച്ച് നിൽക്കില്ല, വെളിയിൽ കെട്ടിയിരിക്കുന്ന പശുവാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ വെളിയിലാണ് ഇതിനെ കെട്ടിയിരിക്കുന്നത്, കുറച്ച് എണീക്കാനൊക്കെ എളുപ്പത്തിനെ. ഉണ്ടോ, നീര് ഉണ്ടോ? അങ്ങനെ. അപ്പോൾ ഇത് നമ്മുടെ ഫാമിലി സങ്കടകരമായ കാര്യം തന്നെയാണ്. കന്നുകാലിക്ക് അസുഖങ്ങൾ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാ കാര്യങ്ങൾക്കും. നമ്മളിപ്പോൾ കറക്കാൻ ഇറങ്ങിയാലും ഓരോന്നോരോന്ന് താമസിച്ചുകൊണ്ട് ഇരിക്കുന്നതിനൊക്കെ മെഡിസിൻ കൊടുത്തും അങ്ങനെയൊക്കെ. അപ്പോൾ അമ്മ പറഞ്ഞു, ഒന്ന് ചൂട് പിടിച്ച് കൊടുത്തിട്ട് ഒന്ന് പൈനോ വിറ്റിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചെയ്യണ എങ്ങനെയെന്ന് കാണിച്ചു തരാം. അങ്ങനെ ഇത് അമ്മ വെള്ളം തിളപ്പിച്ച് അതിൽ നമ്മുടെ ഒരു നല്ല ഏതെങ്കിലും തുണി, ഇപ്പം ഇത് ആദിക്കുട്ടൻ്റെ പഴയ ബനിയനാണ് അമ്മ എടുത്തത്. അത് ആവി ഇങ്ങനെ പിടിച്ചു കൊടുക്കണം മുട്ടിൽ, നീരുള്ള ഭാഗത്ത്. നമ്മുടെ പശുവിൻ്റെ കയ്യിലാണ് നീര്. അമ്മ അവിടെ തൊട്ട് കൊടുക്കുവാണ്. നിൽക്കത്തില്ല, അത് വേദന കാണും നന്നായിട്ട്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ അതിന് വേണമെങ്കിൽ പൊട്ടും ആ നീരിങ്ങനെ ഇരുന്നിരുന്ന്. അത് പിന്നെ നല്ല ബുദ്ധിമുട്ടാവും. അത് നമ്മൾ നേരത്തെ ഒന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഫാമിലിക്ക് ഇങ്ങനെ വരാറുണ്ടോ? നിങ്ങൾ എന്തൊക്കെ റെമഡീസാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യണമെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. വേറെ എന്തെങ്കിലും ട്രിക്കൊക്കെ ഇങ്ങനെ നീര് വരുമ്പോൾ യൂസ് ചെയ്യാറുണ്ടോ? എന്തെങ്കിലും ഇങ്ങനെ വീട്ടിൽ എന്തെങ്കിലും പച്ചില മരുന്നുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഇവിടെ ഇങ്ങനെ ആവി പിടിച്ചിട്ട് ഫസ്റ്റ് ചെയ്യുന്ന പൈനോ വിറ്റിട്ട് നമ്മൾ തേച്ച് വിടും. എന്നിട്ട് മുമ്പേ കാണിച്ചിട്ടുണ്ട് നമ്മൾ നീര് ചെയ്യുന്ന ഒരു മെഡിസിന്, മഗ്നീഷ്യം സൾഫേറ്റ്, അതായത് മാക്സ് സൾഫേറ്റ് ഇടും. ഇപ്പോൾ ആദ്യം ചെയ്യാൻ പറ്റുന്നത് പൈനോ വെറ്റ് ഇട്ടൊന്ന് തടവി കൊടുക്കുക, നല്ല തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് ഇത് കഴിഞ്ഞ് ഇനി രാത്രിയല്ലേ മഗ്നീഷ്യം സൾഫേറ്റ് ഇടണേ, രാത്രി ആകുമ്പോൾ ഒന്ന് മഗ്നീഷ്യം സൾഫേറ്റ് ഇട്ട് തേച്ച് വിടാം. അപ്പോൾ എന്തായാലും കുറയും. നന്നായിട്ട് ആവി പിടിച്ചു കൊടുക്കുക. എത്ര സമയം പിടിക്കണോ അമ്മ? അപ്പോൾ കുറച്ചൊരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ആവി പിടിച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും കാണുന്നവരെ. എന്നിട്ട് അതിൻ്റെ കൂടെ പറയാനുള്ളത്, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണ് ചാനൽ കാണുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ചാനൽ വീഡിയോ ലൈക്ക് ചെയ്യണം. ഇതിങ്ങനെ ആവശ്യമുള്ളവർക്ക്, ഇങ്ങനെയൊക്കെ ഫാമൊക്കെ നടത്തുന്നവർക്ക് ഇത് ഉപകാരമാണെന്ന് തോന്നിയാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അമ്മ അത് ചെയ്യട്ടെ. ഇടാനുള്ള മെഡിസിൻ ഇതാണ് പൈനോ വെറ്റ്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ യൂസ് ചെയ്യണേ. ഇങ്ങനെയൊക്കെ വേദനയൊക്കെ മാറാൻ നീര്. നമുക്കുള്ള വിക്സ് പോലെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അതിൻ്റെയൊക്കെ ഒരു ഇത് തന്നെ ഇത്. അങ്ങനെ അമ്മ ആവി 10 മിനിറ്റ് പിടിച്ചായിരുന്നു. ഇനി മെഡിസിൻ ഇട്ട് കൊടുക്കുവാണേ. ഇതാ ഒരു ബ്ലാക്ക് കളറിലെ മെഡിസിനാണ്.
നന്നായിട്ട് തേച്ച് പിടിച്ചു കൊടുക്കണം. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ ഇത്രയാണ്. ഞാൻ പറഞ്ഞു നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ ബൈ.